പത്തനംതിട്ട മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും ശക്തമായ പ്രചാരണത്തിലാണ്. സ്ഥാനാർത്ഥികളുമായി സംവദിക്കുകയാണ് ദൂരദർശൻ പ്രതിനിധി സാം കടമനിട്ട. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി പറഞ്ഞു. മണ്ഡലത്തിലെ വികസനവും യുവാക്കളുടെ തൊഴിലവസരവും ഉദ്ദേശിച്ചാണ് ആറന്മുള വിമാനത്താവളം പദ്ധതി താൻ മുന്നോട്ട് വെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അതല്ലെങ്കിൽ ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളില്ല. നല്ല ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ കുടുംബമായി ജീവിക്കാൻ, നല്ല വരുമാനം നേടി ജീവിക്കാൻ മികച്ച വ്യവസായ സംരംഭങ്ങൾ ഈ ജില്ലയിലില്ല. ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലായ്മയുടെയും മികച്ച റോഡുകളില്ലായ്മയുടെയും എയർപോർട്ട് ഇല്ലായ്മയുടെയും ഒക്കെ ഒരു പരിണിതം, മറ്റൊരു റിസൾട്ട് കൂടിയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആറന്മുള വിമാനത്താവളം എന്നുള്ള സ്വപ്നം കൊണ്ടുവന്നത്. ആ വിമാനത്താവളത്തിന് എല്ലാ അനുമതിയും കിട്ടുമ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിന് ഒരു അനുമതി ഉണ്ടായിരുന്നില്ല. അവിടെ കുന്നുകൾ ഇടിച്ചു നിരത്തി 450 കുടുംബങ്ങളെ കുടിയൊഴിച്ചു, 1 ലക്ഷം മരം വെട്ടി നിർത്തി. ഒരു പരിസ്ഥിതി പ്രശ്നം അവിടെ ഇല്ല. ഇവിടെ ഒരു പരിസ്ഥിതി പ്രശ്നം ഇല്ലാത്ത കൃത്രിമ പരിസ്ഥിതിവാദം ഉണ്ടാക്കിയാണ് CPM BJP കൂടെ അത് ഇല്ലെന്നാക്കിയത്. ഇവിടുത്തെ ഒരു ഡെവലപ്മെന്റ് വേണമെങ്കിൽ വേണ്ടത് കണക്ടിവിറ്റിയാണ്. ആ കണക്ടിവിറ്റി ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ആകെ ഉണ്ടായിരുന്ന ഈ ജില്ലയിലെ ഏക വ്യവസായ സ്ഥാപനമാണ് ട്രാക്കോക്കെ. ആ ട്രാക്കോക്കെകൾ വളരെ ലാഭകരമായി പ്രവർത്തിക്കാവുന്ന ഒരു സ്ഥാപനമാണ്. കാരണം അവരുടെ പ്രൊഡക്റ്റ് എന്നാ കേബിൾ വാങ്ങിക്കുന്ന ആരാ? KSCB. അപ്പോൾ ഇവർക്ക് ഓർഡർ കൊടുക്കുകയും ഇവരുടെ ഉൽപ്പന്നം KSCB വാങ്ങിക്കുകയും ചെയ്താൽ ലാഭകരമായി പോകും. വളരെ ലാഭത്തിൽ പോയതാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഇപ്പൊ ട്രാക്കോക്കെ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡ് ഈ ഉൽപ്പന്നം സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നു. ഇവർക്ക് ഓർഡർ കൊടുക്കുന്നില്ല, ഇവർക്ക് പ്രവർത്തന മൂലധനം കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല. ഈ ജില്ലയിലെ 1300 ജീവനക്കാരുള്ള ഒരു സ്ഥാപനം അവരെ പട്ടിണി, അവരുടെ ക്യാൻറ്റീൻ പോലും അടച്ചു. ഇന്നലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ക്യാൻറ്റീൻ പോലും അടച്ചിരിക്കുക. കൊടും പട്ടിണിയിൽ ഈ തൊഴിലാളി ജീവിക്കുക. ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ പോവുക. അത് ചെയ്യുന്നവരാണ്. അതൊന്നും പുനരുദ്ധരിക്കാതെ ഈ KSCB ബോർഡ് ഈ കേബിളിന് ഓർഡർ കൊടുക്കുന്ന കമ്പനിയുടെ അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും. അപ്പൊ ഈ ജില്ലയിലുള്ള ഏക പൊതുവേല സ്ഥാപനത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പുതിയ 50,000 ജോലി എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. നാണമുണ്ട്, ലജ്ജയുണ്ട് ഇവർക്ക് ഒരു ദിവസം കൊണ്ട് പുനരുദ്ധരിക്കാതെ. ഇന്നലെ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ വന്നപ്പോൾ ആ സ്ത്രീകളുടെയൊക്കെ കണ്ണീര് കണ്ടപ്പോൾ നെഞ്ച് തകർന്നു പോയി. ക്യാൻസർ രോഗികൾ വീട്ടിലുണ്ട്, മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല. കുറെ പേര് ഇന്നലെ വരാത്തത് അവർക്ക് വണ്ടിയിൽ നിന്ന് ഇവിടെ വരെ വരാനുള്ള വണ്ടിക്കൂലിയില്ല. ഇത്രയും വലിയ ലാഭത്തിൽ പോലും സ്ഥാപനം തകർത്തതിന്റെ ചിത്രമാണ്.